നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുമായിട്ടൊരു വിവരണം, അല്ലെങ്കിൽ ആ കളി കണ്ടപ്പോ ഒരു എന്തോ പറയണം എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രം വന്നതാണ്. 2013 വർഷം തൊട്ട് ISL സ്ഥിരമായിട്ട് എല്ലാ വർഷവും കൊച്ചിയിൽ പോയിട്ട് കളി കാണാൻ പോകുന്ന ആളാണ് ഞാൻ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവികളും വിജയങ്ങളും സമനിലകളും ഒക്കെ ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള ആളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് സീസൺ തുടങ്ങുമ്പോൾ, ISL സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആദ്യ സീസണില് കൊച്ചിയിലെ പ്രാക്ടീസിന് സൗകര്യമായിട്ട് ബേസ് ചെയ്തിട്ട് തൃശ്ശൂരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങള് പ്രാക്ടീസ് മാച്ച് നടത്തിയിരുന്നു. അതും തൃശ്ശൂര് ഇപ്പോ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. നിങ്ങൾക്കറിയാം, അന്ന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പല ടീമുകളായിട്ട് കളിക്കുമ്പോൾ ഒരു മുട്ടത്തലെ അവിടെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നമ്മൾ വിചാരിക്കും ഈ മുട്ടത്തലേക്ക് കയറി എന്ത് കാണിക്കും എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മള് ഇന്റർനാഷണൽ ഫുട്ബോളൊക്കെ കണ്ടിട്ട് എന്താ ചെയ്യാന്നുള്ളതൊന്നും ഒരു പിടുത്തമില്ല. അന്ന് നമ്മളൊക്കെ കണ്ടു വളർന്ന ഇംഗ്ലീഷ് ക്ലബിന്റെ ഇംഗ്ലീഷ് ടീമിന്റെ ഗോൾ കീപ്പറായ ജെയിംസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് കം ക്യാപ്റ്റൻ. ജെയിംസ് ഒരുപാട് സ്വപ്നങ്ങളായി തീരത്തേറിയ ടീം ഒരുപാട് തോൽവികളും സമനിലകളും ഒക്കെ വഴങ്ങി വിജയങ്ങളും. തീർച്ചയായിട്ടും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷകയെത്തി, ഇയാൻ ഹ്യൂം. അതെ, ആ മുട്ടത്തലയും തന്നെ ഒരുപാട് ആരാധകർ നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യൻ, ഹ്യൂമേട്ടൻ, മലയാളിയുടെ സ്വന്തം ഹ്യൂമേട്ടൻ. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ISL ഫൈനലുകൾ കളിച്ചു. തിരികെ വന്ന് കുറെ തോൽവികളും ലീഗിന്റെ പുറത്തേക്ക് പോകാൻ മാത്രമുള്ള തോൽവികളൊക്കെ പേടിച്ചു. വർഷങ്ങൾക്ക് ശേഷം അതുപോലത്തെ ഒരു പ്ലെയർ ഇയാൻ ഹ്യൂമിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന ഒരു ഹൈപ്പുമില്ലാതെ, ഇപ്പോ നമ്മൾ സിനിമകൾ ഇറങ്ങുമ്പോൾ ഒരുപാട് മാർക്കറ്റിംഗിലൊക്കെ വരാവുന്ന കുറെ സിനിമകളൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഓരോ താരങ്ങളും വരുമ്പോൾ ഇന്നാള് ഇത്ര മനുഷ്യൻ അടിപൊളിയാവും എന്ന്, പ്ലെയേഴ്സാണ്, നല്ല പ്ലെയറാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹൈപ്പുകളൊക്കെ നമുക്ക് തരാറുണ്ട്. ഒരു ഹൈപ്പുമില്ലാതെ വന്ന പ്രാക്ടീസ് മാച്ചിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളത്തിലിറങ്ങിയിട്ടുള്ള കലൂര് വെച്ചിട്ട് ഒരു കളിക്കാരനാണ്. കളിക്കാരന്റെ മികവ് കണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം ആത്മാർത്ഥത്തോടെ കളിക്കുന്ന ഒരു കളിക്കാരന്റെ മികവ് കണ്ടത് ലൂണ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം മൂന്നാമത്തെ വർഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ കളിക്കുന്നത്. ഇത്ര ആത്മാർത്ഥമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു കളിക്കാരൻ ഇന്ന് പലർക്കും അതൊരു മോശമായിട്ട് തോന്നാം. നോഹ സദോയുമായി ഒരു ചെറിയൊരു മോശപെരുമാറ്റം ഉണ്ടായി. ഞാൻ അതിനെ അനുകൂലിക്കുന്നു. ലൂണ ചെയ്തത് എന്നെ അനുകൂലിക്കുകയാണ് ഞാൻ. ഏതൊരു കളിക്കാരനും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു ആരാധകനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലൂണ പറഞ്ഞത്. നോഹ സദായുമായി ഇന്ന് നമ്മുടെ മുന്നിൽ കണ്ടത്. തീർച്ചയായിട്ടും അതിനെ വേണ്ട അധികാരവും
എല്ലാ കാര്യങ്ങളും ലൂണയ്ക്ക് പിന്തുണയുമായി ആരാധകരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്താ വെച്ചാല് മുന്നില് വെച്ച ഒരു കൊടുക്കാൻ പറ്റിയ ഒരു ബോള് ആള് നോഹ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, നേട്ടത്തിന് വേണ്ടി ആ ഗോള് പോസ്റ്റിലേക്ക് അടിക്കുകയാണ്. അത് പുറത്തേക്ക് പോവാണ്. ഷുവർ ഗോൾ. 4ാമത്തെ ഒരു ഗോളായി ചെന്നൈയുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു ഗോള് അത് തീർച്ചയായിട്ടും പുറത്തേക്കാണ് പോയത്. തീർച്ചയായിട്ടും ദേഷ്യപ്പെടും. ടീമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കളിക്കാരൻ തീർച്ചയായിട്ടും ദേഷ്യപ്പെടും. അതിന് ഞാൻ അനുകൂലിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റ് വിമർശനങ്ങളൊക്കെ നേരിടാം ലൂണ. കാരണം വെച്ചാല് ജയിച്ച് 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന ടീം കളി കഴിയാൻ 2-3 മിനിറ്റുകൾ മാത്രം. ക്യാപ്റ്റൻ എന്ന നിലയിൽ ലൂണയ്ക്ക് അത് മറച്ചു വെക്കാമായിരുന്നു, അല്ലെങ്കിൽ കളി കഴിഞ്ഞ് അത് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ മോശമായിട്ടാണ് 2-3 കളി കഴിഞ്ഞപ്പോ നമ്മുടെ കോച്ചിനെ പുറത്തായി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ക്യാപ്റ്റനും കളിക്കാരും കളിക്കുന്നത്. ആ ഒരു സന്ദർഭത്തില് വിജയം മാത്രമല്ല, ഏറ്റവും നല്ല വിജയം സമ്മാനിക്കാൻ വേണ്ടി എല്ലാ കളിക്കാരും പരിശ്രമിക്കുമ്പോൾ നോഹ സദോയി കാണിച്ചത് വളരെ മോശമായി തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് കളി കണ്ട എല്ലാവർക്കും മനസ്സിലുണ്ട്. എങ്കിലും എൻ്റെ കൂട്ടുകാരുമായിട്ട് അത് പങ്കുവയ്ക്കാൻ എനിക്ക് തോന്നി. അപ്പൊ എല്ലാ വിജയാശംസകളും കേരള ബ്ലാസ്റ്റേഴ്സിനെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.